പി.വി. അൻവർ സ്വീകരിച്ചിരുന്ന ആദ്യത്തെ അടവ് തന്ത്രം യഥാർത്ഥത്തിൽ അവിടെ UDF-നും LDF-നും എതിരായിട്ടുള്ള വോട്ട് ബാങ്കിൽ നിന്ന് പരമാവധി വോട്ടുകൾ നടത്താൻ വേണ്ടിയായിരുന്നല്ലോ. അതിനുവേണ്ടി സ്വീകരിച്ചിരുന്ന ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നതും ഇപ്പോൾ തുടരുന്ന തന്ത്രം എന്ന് പറയുന്നതും താനൊരു ജനകീയ സ്ഥാനാർത്ഥിയാണ് എന്ന് സ്വയം അവതരിപ്പിക്കലാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിക്കുന്നതിലൂടെ പറയാൻ പോകുന്നത് ഞാനൊരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. മൂന്ന് മുന്നണികൾക്കും എതിരെ നിന്ന് പോരാടുന്ന ഒരു പരിവേഷം പി.വി. അൻവർ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഇരവാദമാണ്. ആ ഇരവാദത്തിൽ എന്തെങ്കിലും സാങ്കേതികമായി ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ എല്ലാ ചർച്ചകളിലും പറഞ്ഞതുപോലെ പി.വി. അൻവർ ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ്. തനിക്ക് അനുയോജ്യമായ ഒരു ഗോൾ പോസ്റ്റ് വരുന്നതുവരെ പി.വി. അൻവർ ഈ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും. മത്സരം തുടങ്ങുമ്പോൾ പി.വി. അൻവർ പറഞ്ഞു തുടങ്ങിയത് എന്താ? പിണറായിസത്തെക്കുറിച്ച്. മത്സരം ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നിടുമ്പോൾ പി.വി. അൻവർ പറയുന്നത് എന്താ? ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിനെക്കുറിച്ച്, പാർട്ടിക്കുള്ളിലും UDF-ലുമുള്ള പ്രതിസന്ധികളെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിൻ്റെ ഹിറ്റ്ലറിസത്തെക്കുറിച്ച്, അങ്ങനെ ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പി.വി. അൻവർ. അതുകൊണ്ട് ആ ഇരവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇരവാദത്തോടൊപ്പം ഒരു സ്വത്വവാദം കൂടി മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പി.വി. അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാമല്ലോ. അത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത്യന്തം അപകടകരമായൊരു രാഷ്ട്രീയമാണ് പി.വി. അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്.